അതുമാതിരി ഇങ്ങനെയുള്ള കുറേ നമ്മൾ ഈ പറഞ്ഞല്ലോ ഓരോന്ന് ഓരോ സമയത്ത് കാണിച്ചു കൂട്ടുന്ന ഈ പൊട്ടത്തരങ്ങളാണ് ഈ ആചാരമായി മാറുന്നത്. അതിനെല്ലാം നിങ്ങൾ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നാലേ നിങ്ങൾ കാലഘട്ടം മാറി. ഇത് കാലാകാലങ്ങളായിട്ട് തുടർന്ന് വരുന്ന ഒരു സംഗതിയല്ലേ. പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് ഇതൊന്നും വേണ്ടാന്ന് വെക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെ തുടർന്ന് വരുന്നത് കൊണ്ട് ഒരു ദോഷം നിന്ന് വരെ നമ്മുടെ തറവാട്ടിലൊന്നും ഉണ്ടായിട്ടില്ല. സുധാ, എന്നാ പിന്നെ നമുക്ക് ആലോചിച്ചിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാം. അല്ല വന്നത് അതിനിപ്പോ എത്ര ആലോചിക്കാൻ എന്താ? ഈ കുട്ടികളെ എടുത്ത് ചാടിയിട്ട് നിയമങ്ങളൊക്കെ തെറ്റിച്ചിട്ട് ഓരോന്നും ചെയ്തുവെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കിക്ക. അത്രേ വേണ്ടു. ഇവളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യമല്ല, ഞാൻ അവക്ക് വേറെ കല്യാണം ആലോചിക്കാന്നാ പറഞ്ഞത്. വേറെ കല്യാണം ആലോചിക്കാൻ മാത്രമുള്ള ഒരു വിഷയമില്ലല്ലോ. ഉണ്ടല്ലോ. അയ്യോ, എന്റെ മോളൊരു വലിയ ആചാരം തെറ്റിച്ചിട്ട് നിൽക്കല്ലേ. ചെക്കനുമായിട്ട് ആദ്യമായിട്ട് വീട്ടിൽ വന്ന് കയറാനുള്ള കുട്ടി അതിനു മുന്നേ വന്നു പോയില്ലേ. അതെ, ഈ പൊട്ടക്കിണറ്റില് തവളയെ പോലെ കൊണ്ടിടാൻ എന്റെ മോളെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവക്ക് ഞാൻ വേറെ ചെക്കനെ നോക്കി കെട്ടിച്ചോളാം. ഓ, നിങ്ങൾ അങ്ങനെയാണ് തീരുമാനിക്കുന്നത് വെച്ചാൽ ആയിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. എന്റെ അനിയനെ നല്ല പെൺകുട്ടികളുടെ ആലോചന വേറെയും വരും. ഞങ്ങൾ അത് അനുസരിച്ച് ഞങ്ങൾ ചെയ്തോളാം. ആയിക്കോട്ടെ, ആചാരങ്ങൾക്ക് അനുസരിച്ചുള്ള കല്യാണം ഞങ്ങൾ നടത്തിക്കോളാം. ഒരു പ്രശ്നമില്ല. 100 എണ്ണത്തിന് ഞാൻ കണ്ടുപിടിക്കും. കാരണവരെ 100 അല്ല, ഇനി 1000 പെണ്ണിനെ കൊണ്ടുവന്നാലും നട്ടലിന് ഉറപ്പില്ലാത്ത നിങ്ങളുടെ ചെക്കൻ്റെ കൂടെയൊക്കെ ജീവിക്കണേനേക്കാളും വല്ല കുളത്തിലോ കിണറ്റിലോ കൊണ്ട് തള്ളണം. അത് നിങ്ങൾ പറയരുത് പ്ലീസ്. അത് തന്നെ ഉറപ്പുണ്ടല്ലോ എന്നൊക്കെയുള്ള വേറെ കാര്യം. ശരി, നമുക്ക് സംസാരം ഇവിടെ നിർത്താം. ഇനിയിപ്പോ ഇത് കഴിക്കണമെങ്കിൽ കഴിക്കാം, ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം. ഈ വീട്ടിൽ വരുന്നവരെ മാന്യമായിട്ട് സൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ആചാരമാണ്. എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. എന്നാ പിന്നെ അച്ഛാ എന്തേ ഇറങ്ങുക. അങ്ങനെ ഇതിലാരാ ശരി നമുക്ക് കാണാം. അതെ, 3 പേര് ഒരുമിച്ച് വന്നതാ. അത് ആചാരം തെറ്റിക്കണ്ട, ഒരുമിച്ച് തന്നെ പൊക്കോ. നമുക്ക് വേറെ ചെക്കനെ കിട്ടൂന്നേ. എന്താടാ കാണാത്തത്? സമയൊക്കെ പറഞ്ഞ സമയൊക്കെ കഴിഞ്ഞമ്മേ. നീ ഇവിടെ വൃത്തിയാക്കിയിട്ടില്ല ചാന്ദിനി. ഞാൻ അഴിച്ചു മാറിയതേട്ടത്. വൃത്തിയില്ല, പണ്ടേ ഇല്ലല്ലോ. അമ്മയ്ക്ക് വയസ്സായെങ്കിലും തല്ലു പിടിക്കണതിന് ഒരു കുറവില്ലല്ലോ അല്ലേ? അപ്പൊ വൃത്തിയില്ലാന്ന് പറയണത് അപ്പൊ തെറ്റ്. ഒന്ന് നിർത്തൂ നിങ്ങള്. ഇന്നൊരു നല്ല ചടങ്ങ് നടക്കാൻ പോണ ദിവസല്ലേ, വെറുതെ വഴക്കുണ്ടാക്കാൻ നിൽക്കുന്നത് എന്തിനാ? അതിന് ഞാനല്ല, അമ്മയല്ലേ. ഒന്ന് നിർത്തമ്മ, എന്തെന്നായത്? എടാ, ചെറിയച്ഛനെ എവിടാ പലഹാരം വാങ്ങാൻ പോയി ആൾ. ഇനിയിപ്പോ അതൊക്കെ കഴിഞ്ഞിട്ടേ വരൂ. അച്ഛന്റെ കാര്യം അച്ഛൻ അറിയില്ലേ? സമയത്ത് വരില്ല. ഹലോ, എടാ പ്യാരിയെ, എന്താ ഈ പലഹാരം വാങ്ങി കഴിഞ്ഞില്ലേ? എന്നാ പിന്നെ അങ്ങോട്ട് വാ. വേഗം മധുരമുള്ളതൊക്കെ വേണമെന്ന് പറയൂ. മധുരമുള്ളതൊക്കെ വേണമെന്ന് പറയൂ. മധുരമുള്ളതൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. എല്ലാം വാങ്ങിച്ചില്ലേ? എഴുതിയതൊക്കെ വാങ്ങിച്ചില്ലേന്ന്? ശരി ശരി, എന്നാ വേഗം ഇങ്ങോട്ട് പോരെ. എത്രയാ? ഇവിടുന്ന് ഇറങ്ങണുള്ളൂ. അച്ഛാ, ഞാൻ ഒന്ന് മാറിക്കട്ടെ. എന്തോ ഒരു ചളിപ്പ് പോലെ ഒരു വരുമ്പോ. എന്ത് ചളിപ്പ്? ടെൻഷൻ വരുമ്പോ വയറിന് എന്തോ ഒരു. എന്താടാ നിനക്ക് ഈ സമയത്ത് നീയാ മാറുന്നത്? നീ ഇവിടെ വേണ്ടേ? അല്ല, നിനക്ക് ഈ ഷർട്ട് അല്ലാതെ വേറെ ഷർട്ടൊന്നും ഇല്ലേ? അച്ഛമ്മ പറഞ്ഞിട്ട്. എന്തായാലും കുഴപ്പം? നന്നായിണ്ട്, നല്ല കളറായിണ്ട്, പൂവുണ്ട്. നല്ല ഷർട്ട് ഇട്ടൂടാ. അമ്മയുടെ സെലക്ഷൻ അല്ലേ, ഇങ്ങനെയൊക്കെ വരുള്ളൂ. അതെ അതെ, പെണ്ണ് കണ്ടിട്ട് ഞാനൊന്നിനെ നോക്കി എടുത്തതാ. അബദ്ധായി എന്ന് പറഞ്ഞാ മതിയില്ല. എന്റെ മോന്റെ ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വഴക്കിടല് നിർത്ത്. വന്നു വന്നു. വരൂ വരൂ. വരാ വരാ. ഹായ് ശ്രുതി. അച്ഛമ്മയാണ്. ഹായ് അച്ഛമ്മ. അച്ഛമ്മ ഞാൻ കണ്ടിട്ടുണ്ട്, ശ്രുതിയുടെ DP-യിൽ ഞാൻ കണ്ടിട്ടുണ്ട്.
ഇത് അച്ഛൻ, അച്ഛനാണ്. ആ, അമ്മ. അമ്മ. കയറ് മോളെ. ആ കേറാം. വരുമ്പോ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലോ? ഇല്ല ഇവിടെ ഈ സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ട് അതിന്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ആരും കാണിച്ചു തരുവേ. സൗകര്യം. അച്ഛനൊക്കെ എങ്ങനെ? അച്ഛനൊക്കെ സുഖമായിരിക്കുന്നു. അമ്മ? അമ്മ എല്ലാരും സുഖമായിരിക്കും. അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അന്വേഷണം പറഞ്ഞിട്ടുണ്ടെന്ന്. എന്താ വിഷമം? ഇതൊന്നും കാണാൻ സുഖമായിട്ടില്ലാതെ പോയില്ലേ. ഒരു മിനിറ്റ്. ഹലോ. അതെ, ഞാനൊരു ലേശം തിരക്കിലാണ്. സ്തുതിയുടെ സ്തുതി കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയുണ്ടല്ലോ. അപ്പൊ അവളൊന്ന് വീട്ടിൽ വരെ വന്നിട്ടുണ്ടേ, വീടൊക്കെ ഒന്ന് കാണാൻ വേണ്ടി. അപ്പൊ അങ്ങനെ ഒരു ചടങ്ങ് നടക്കുകയാണ് ഇവിടെ. ഒരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. എന്തായാലും കഴിഞ്ഞോട്ടെ കേട്ടാ. ശരി. ഓക്കെ. പിന്നെ മോളെ, കാര്യങ്ങള് പറയില്ലേ? അപ്പോ നമ്മുടെ അവിടെ ആ വടക്കേ അതിരുണ്ടല്ലോ, അവിടെ മുതൽ ഇങ്ങനെ 1 ഏക്കർ സ്ഥലം ഇത്. അതിനകത്തപ്പോ നമ്മള് വീട് വെച്ചിട്ടുള്ളത്. അതെ, അല്ലാതെ പിന്നെ ആരാ? അപ്പോ വീട് വെച്ചിട്ട് അധികം പഴക്കൊന്നും ആയിട്ടില്ല. ഇപ്പൊ കുറച്ച് തന്നെ ആയിട്ടുള്ളൂ. ഇനിയിപ്പോ പഴയ വീടാണ് താല്പര്യം കുട്ടിക്ക് എന്നുണ്ടെങ്കിൽ അതിന് ബുദ്ധിമുട്ടില്ല. പഴയ വീട് നമ്മൾ പൊളിച്ചിട്ടില്ല. അതിപ്പോ അതിന്റെ നേരെ പിന്നിലുണ്ട് പഴയ തറവാട്. നല്ല തണുപ്പ് അതിന്റെ ഉള്ളിലേക്ക് കയറി പോയാലൊക്കെ. ഏസിയുടെ ആവശ്യമില്ല. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല പഴയ തറവാടോ. ഇപ്പൊ അതാണ് താമസിക്കാൻ സൗകര്യം എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് മാറാം. വിരോധമില്ലാന്നർത്ഥം കേട്ടാ. ശരി. പിന്നെന്താ നമ്മള് വേറെ പിന്നെന്താ അവള് നോക്കട്ടെ. കുട്ടിയാണ് ഇവിടെ താമസിക്കേണ്ടത്. ഇപ്പൊ കുട്ടി എല്ലാം ഒന്ന് നോക്ക. എന്താ സൗകര്യക്കുറവ് എന്ന് പറഞ്ഞാ മതി. ഒക്കെ ചെയ്തു കൊടുക്കാലോ. എന്താ ചെയ്തു തരും. വീടിനുള്ളിൽ നല്ല സൗകര്യ. 3 ബെഡ്റൂം ഉണ്ട്. 3 ബെഡ്റൂമിലും AC ഉണ്ട്. എല്ലാ സൗകര്യമുണ്ട്. അച്ഛാ, ഈ അയൽപ്പക്കത്തൊക്കെ ആരാ താമസിക്കുന്നത്? അയൽപ്പക്കക്കാരൊക്കെ? അയൽപ്പക്കൊന്നും ഒരു കുഴപ്പമില്ല, വളരെ ഡീസന്റ് എല്ലാരും. അതല്ല, എനിക്ക് മദ്യപിക്കുന്നവരെയും മയക്കുമരുന്നൊക്കെ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ടെൻഷൻ ഉള്ളതുകൊണ്ടാണ്. അങ്ങനത്തെ ഒരാൾ ഈ പ്രദേശത്തേ ഇല്ല. ഉണ്ടായിരുന്നു മുമ്പൊക്കെ, ഇപ്പൊ അതൊന്നുമില്ല. ശരി. അമ്മ, ഇവിടെ വെള്ളമൊക്കെ എങ്ങനെയാ? കിണർ വെള്ളമുണ്ട്. ഉണ്ട്, കിണറുണ്ട്. ഇവിടെ വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. കിണറുണ്ട്, പിന്നെ പൈപ്പ് വെള്ളം ഉണ്ട്, എല്ലാ സൗകര്യം ഉണ്ട്. വേനൽക്കാലമായി കഴിഞ്ഞാൽ ഇവിടുന്ന് ആൾക്കാർ വെള്ളം കൊണ്ടുപോവാ. അത്ര സൗകര്യമുള്ള വീടാ. പിന്നെ സുധി, ജിം ഇവിടെ അടുത്ത് എന്താ ചോദിക്കുന്നത്? എന്താ ജിമ്മിൽ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ വർക്കൗട്ട് ഒക്കെ ചെയ്യാറുണ്ട്. അല്ല, കുട്ടിയെ ജിമ്മിൽ ഇങ്ങനെ വർക്കൗട്ടൊക്കെ ചെയ്യണ കുട്ടിയാണ്. ജിമ്മുണ്ടോന്നപ്പ ചോദിക്കണേ. അതിപ്പോ എന്തിനാ പുറത്തു പോണോ? ഇവിടെ ഒരെണ്ണം ഉണ്ടാക്കി കൊടുക്ക സുധേ. എന്താ ഉണ്ടാക്കി കൊടുക്ക ഇവിടെ. എന്നാ പിന്നെ നമുക്ക് ഇവിടെ ഉണ്ടാക്കാതെ. പിന്നെന്താ, പുറത്തൊന്നും പോകണ്ട കേട്ടോ. ഇവിടെ എല്ലാം ഉണ്ടാക്കി തരും. മോളിവിടെ സുഖിച്ചങ്ങനെ നിന്നാ മതി. എന്നാ പിന്നെ അവള് വീടൊക്കെ ഒന്ന് കാണണ്ടടാ. കൊണ്ടുപോയി കാണിക്കും. എവിടെ പോണോ അവൻ പൊക്കോളും. എവിടെ പോയി കിടക്കരുത് നീ. ഏട്ടാ, ഇളനീര് പറഞ്ഞ സുബ്രഹ്മണ്യം വന്നാറില്ല. ഇത്രയും നേരം ഞാൻ കാത്തു നിന്ന്. ഇളനീര് കിട്ടിയില്ല. ഞാനൊരു തേങ്ങ വാങ്ങിയിട്ടുണ്ട്. തേങ്ങ തലമുട്ടൊക്കെ കൊടുക്കാം. ഇത് തുളച്ചാലും വെള്ളം കുടിച്ചൂടെ? ഇത് ചെറിയച്ഛൻ. ഞാൻ പറഞ്ഞില്ല അന്ന് കല്യാണം മുടങ്ങി പോയ ശേഷം പിന്നെ പെണ്ണ് കിട്ടി. എല്ലാം പറഞ്ഞല്ലേ. എന്നാ പിന്നെ അകത്തേക്ക് നടക്കുമ്പോഴേ നമുക്ക് കാണാം. അമ്മേ, ഒന്നവരെ കൂടെ ഞാൻ വേണം താനും എന്നാലും എന്നെ കൈ പിടിച്ചിട്ടുണ്ട്. കുളംകുത്തി തറവാട് ഒരു അന്തസ്സുള്ള തറവാടാണ്. കുഞ്ഞുനാളിൽ തുടരുന്ന ആചാരങ്ങൾ ഇപ്പോഴും ഞങ്ങൾ തുടരുന്നുണ്ട്. അത് തെറ്റിക്കാൻ പറ്റില്ല. ഒരുത്തന്റെ ജീവിതം കോഞ്ഞാട്ടാക്കിയിട്ടിരുന്ന് കണ്ണടിക്കണം തെണ്ടി.
ന്യായം മായം